ഞങ്ങളെല്ലാം കിട്ടിയ വിവരം അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ആരോപണത്തിന് വിധേയമായിരിക്കുന്ന ടീച്ചറും സാറും പ്രൊഫസറും അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായി അവിടുത്തെ കുട്ടികൾ പരാതി നൽകുന്നുണ്ടായിരുന്നു. അവർ പരാതി പോലും ഗൗരവമായി എടുത്തിട്ടില്ല. അപ്പോൾ ഇത് മാനേജ്മെൻറ്റും ഇതിന് കുറ്റക്കാരാണ്. അധ്യാപകരെ മാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. മാനേജ്മെൻറ്റിനും ഈ സംഭവത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെൻറ്റിനും നല്ല വിവരമുണ്ട്. മാനേജ്മെൻറ്റിനെ മാത്രം നമ്മൾ മാറ്റി നിർത്തുന്നതിന് വേണ്ടി കഴിയില്ല. എന്ന് മാത്രമല്ല, എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ബന്ധപ്പെട്ട കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇന്റേണൽ മാർക്ക് ഗവൺമെൻറ് വളരെ ഗൗരവത്തോടുകൂടി ഇന്റേണൽ മാർക്കിനെ സംബന്ധിച്ചത് ആലോചിക്കുന്നു. ഒരു വ്യക്തിയാണ് മാർക്ക് ദാനം ചെയ്യുന്നത്. അപ്പോൾ വേറെ ആരുടെയും അനുവാദം വേണ്ട. ഒരു വിദ്യാർത്ഥിയുടെ പെർഫോമൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിലയിരുത്തൽ വേണ്ട. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള മാർക്ക് കൊടുക്കുക. അത് മാറ്റിയിട്ട് ഒരു ബോർഡോ ഒരു അക്കാഡമിക് കമ്മിറ്റിയോ രൂപീകരിക്കാൻ വേണ്ടി ഗവൺമെൻറ് ആലോചിക്കണം. ആ അക്കാഡമിക് കമ്മിറ്റിയുടെ തീരുമാനത്തിന് വിധേയമായി ഓരോ കുട്ടികൾക്കും ഇന്ത്യയുടെ മാർക്ക് കൊടുക്കുന്ന സ്ഥിതിവിശേഷം വരും. ഇതിപ്പോൾ ഇതിപ്പോൾ ഈ രാജ്യത്താകെയുള്ള ഇന്റേണൽ മാർക്കിന്റെ സംവിധാനം ഉള്ള സ്ഥലത്ത് പരിശോധിച്ച് നോക്കിയാൽ മഹാഭൂരിപക്ഷം വന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പരാതികളുണ്ട്. ഇപ്പോൾ ഈ ഇന്റേണൽ മാർക്ക് സിസ്റ്റം കുട്ടികളെ ഒരുപാട് പീഡിപ്പിക്കുന്നു. കുട്ടികളെ മാനസികമായി ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു കോളേജിൽ പോകുന്നതിന് വേണ്ടി പോലും താല്പര്യമില്ലാത്ത നിലയിലെത്തിയ കാര്യങ്ങൾ ചെന്നെത്തുന്നുണ്ട്. ഇപ്പോൾ ഇന്റേണൽ മാർക്കിന്റെ ഈ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആലോചന അത്യാവശ്യമാണ് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. 1 മുതൽ 10 വരെ അത് നടപ്പിലാക്കി. ഇപ്പോൾ അവിടെ അധ്യാപകർ കൂട്ടായി ആലോചിച്ചുകൊണ്ടാണ് ഇന്റേണൽ മാർക്ക് കൊടുക്കുന്നത്. ഒരു അധ്യാപകർ മാത്രം ഒരു കുട്ടിക്ക് ഇഷ്ടം പോലെ മാർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അതേ രൂപത്തിൽ ഇവിടെയും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ഈ കാര്യത്തിൽ മാനേജ്മെൻറ്റിന് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല. ഈ നടന്ന എല്ലാ കാര്യങ്ങളിലും മാനേജ്മെൻറ്റിന് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ഞങ്ങൾ കരുതുകയാണ്. അല്ല, ഞാൻ തന്നെ പറഞ്ഞിരുന്നു, ഇന്നും ഞാൻ സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രി സ്ഥലത്തില്ല. അദ്ദേഹം വന്നാൽ പറഞ്ഞതിനെ കാണുന്നതിനുള്ള സൗകര്യമുണ്ട്.